ഇത് തിന്നാൻ പാടില്ല. ഇതിൽ മറ്റതുണ്ട്, ഇത് പശ. പരിശോധിച്ച് നോക്കുകയാണ്. പശയാണ് ഇത്. നാളെ ഞാൻ വീഡിയോ ഒന്ന് കണ്ടല്ലോ, നോക്കാം. കൊണ്ടിട്ട് ഇത് നമ്മള് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇത് മാംഗോ പുഡിംഗ് ആണ്. ഇത് എൻ്റെ മോളൊന്നിപ്പോൾ സ്കൂളിൽ വരുമ്പോൾ മേടിച്ചു കൊടുത്താണ്. 5 രൂപയാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മുന്നേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ എത്രത്തോളം കെമിക്കൽ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മളിത് പൊളിച്ച് പാർന്ന് നോക്കണം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ ഗൈസ്, ഇത് കുട്ടികളൊക്കെ അധികം തിന്നണ സാധനമാണ് കണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിത് ഇതാ പൊളിച്ച് 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇവള് സ്കൂളിട്ട് വരുമ്പോൾ കൊടുന്ന. അപ്പോൾ ഇതിപ്പോൾ ഓൾക്ക് പൊളിച്ചാൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ കിട്ടി. അപ്പം നമ്മൾ ഇനി ഇതെന്താ കാട്ടുക, നമുക്കൊന്ന് പിഴിഞ്ഞ് നോക്കാം. എത്രത്തോളം നമുക്ക് ശരിയുണ്ട് നോക്കാം. പശ ഉണ്ട് നോക്കും ചെയ്യാം. ഇതിപ്പോൾ വീഡിയോ ചെയ്ത് മാറ്റിയെന്നാവോ അതേമാതിരി. നമ്മൾ പിഴിഞ്ഞ് നോക്കുന്നുണ്ട്. നോക്കുക എത്രത്തോളം ഇതിൽ വശമുണ്ട് എന്നൊക്കെ. ഇതിപ്പോ എക്സ്പെരിമെന്റ് ചെയ്യാണെന്ന് എനിക്ക് തോന്നുന്നത്. പരമാവധി നമ്മൾ ഇതിലത്തെ ജെല്ല് ഒഴിവാക്കി. പിന്നെ ഇതിൽ എന്താണ് നമുക്ക് വരുന്നതെന്നുള്ള നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ കൂടുതലും പശ തന്നെയാണ് കേട്ടോ ഗായ്സ്. അയ്യോ, ഒരു പശ ഇതാണ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത് തിന്നുന്നത്. ഓക്കെ, ഇതാണ് പശ. ഈ പശയാണ് ഈ കുട്ടികളുടെ വയറ്റിൻ്റെ ഉള്ളിൽ പോയി. ഡബ്ബറാ പേപ്പറും നാസറും ഒക്കെ പാടെ എളുപ്പത്. ഇത് പിയാനില്ല. ഈ ഒരു ജെല്ലിയാണിത്. ഒട്ടിപ്പിടിക്കണ കണ്ടാ ഇത്രയും പശയാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇത് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുക. ഇത്രയും പശ കുട്ടികളെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്, നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ ഗായ്സ്, ഇത്ര ഉള്ളു നമ്മളെ ഈ കൊച്ചു വീഡിയോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കട്ടോ.